ഹായ്, ഞാൻ ഒരുപാട് പ്രാവശ്യം പറയാൻ ആഗ്രഹിച്ച ഒരു സബ്ജക്റ്റാണ് ഇപ്പോൾ അനുപമ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിപ്പോൾ എല്ലാവരെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. പലരും ഇത് രഹസ്യമാക്കി വെക്കാം, ഇൻക്ലൂഡിങ് മീ. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മളത് പുറത്തേക്ക് പറയാൻ ഭയങ്കരമായിട്ട് മടിക്കും. നമ്മുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് ഡിഗ് ചെയ്യാനും അതിട്ട് ഡിസ്കഷന് കൊടുക്കാനും ഒന്നും നമ്മൾ താല്പര്യപ്പെടത്തില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ. അപ്പോൾ ഞാനും അതിനകത്തൊരു പരാജയമാണെന്നുള്ളത് തുറന്ന് തന്നെ പറയുന്നു. ആൻഡ് അനുപമ പറഞ്ഞിരിക്കുന്ന വിഷയം, അനുപമ 2 വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അനുപമ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ പ്രേമം സിനിമയിലുണ്ടായിരുന്ന ആ കുട്ടി, നിറച്ച് മുടിയൊക്കെയുള്ള തേനീച്ച കൂടുപോലത്തെ ഹെയറൊക്കെ ഉള്ള ആ കുട്ടിയാണ്. അവൾ ഇന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും സന്തോഷപൂർവ്വമായിട്ടിരുന്ന് കേട്ട മറ്റൊരു ഇൻ്റർവ്യൂ ഇല്ല. അതായത് അവളുടെ പെയിൻ സന്തോഷത്തോടെ കേട്ടു എന്നല്ല, അവൾ അതിനകത്ത് വിവരിച്ച കാര്യങ്ങൾ ഇത്രയും നന്നായി പറയാൻ സത്യം എന്നൊരു ഡോക്ടർക്ക് പോലും സാധിക്കത്തില്ല. എക്സ്പീരിയൻസ് ടോക്സ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അതാണ് അവളുടെ ആ അനുഭവങ്ങൾ. അവളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭാഗം കേൾപ്പിക്കാം. കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. ഞാൻ ഒത്തിരി ഇതുപോലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള മനുഷ്യരുമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മിക്ക വിവാഹ ബന്ധങ്ങളിലും തകരാറുകൾ വരുന്നതിൻ്റെ ഒരു റീസൺ ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഉണ്ടെന്നുള്ളതാണ്. ഒരു കാര്യം ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്, ഒരിക്കലും ഒരു സൈഡിലല്ല, ആണുങ്ങൾ മാത്രമാണെന്നല്ല, പെണ്ണുങ്ങൾ ഇതിനകത്ത് അഗ്രഗണ്യങ്ങളാണ്. ഒരുപാട് ആണുങ്ങൾ ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള പെണ്ണുങ്ങളെ വെച്ച് അനുഭവിക്കുന്നുണ്ട്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ പറയണം. വെറും ആണുങ്ങൾ മാത്രമല്ല, അത് പെണ്ണുങ്ങൾ ഇങ്ങനെ ഉണ്ട്. അവർ ഉപേക്ഷിക്കാൻ പറ്റാത്ത സ്നേഹം കൊണ്ട് ഭ്രാന്ത് പിടിച്ച കുറേ പേര് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നോ അവിടെ നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ എവിടെ അണ്ടർസ്റ്റാൻഡിങ് തുടങ്ങുന്നോ അവിടെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആകും എന്നുള്ളതാണ്. ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ടൈം ഒരു സമയം ഒരിച്ചിരി നേരം ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. വെരി ബിഗ് സബ്ജക്റ്റ് ആൻഡ് ഒരുപാട് സപ്പോർട്ട് കിട്ടേണ്ട ഒരു വ്യക്തി കൂടിയാണ്. അല്ലെങ്കിൽ അത് കുട്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ സത്യശീനിയുടെ ഹാക്ക്, അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കമൻ്റാണ്. ആ കുട്ടി വേണ്ടത് ചേർത്ത് പിടിക്കലുകളാണ്. നമ്മൾ ഈ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇൻഫാക്ച്വേഷൻസ് ഉണ്ടാകും. ഒരു 16-17 ഏജിലൊക്കെ നമുക്ക് ഇൻഫാക്ച്വേഷൻസ് വരും. എന്തിനും ചെറിയ വയസ്സിലേക്ക് തുടങ്ങും. പക്ഷെ അതൊക്കെ ഇൻഫാക്ച്വേഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഏജ് ലെവൽ വരുമ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന രീതിയിലൊരു ഇതുണ്ടാകും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്ന എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയാൾക്കൊപ്പം ഞാൻ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഞാൻ സെക്യൂർ ആകും. എന്നെ കെയർ ചെയ്യുന്ന, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു വ്യക്തി. അയാളിപ്പം മറ്റുള്ളവരെ ഉപയോഗിച്ച് എന്നെ ഒന്ന് ഇൻസൾട്ട് ചെയ്താൽ നോ പ്രോബ്ലം, എൻഡ് ഓഫ് ദ ഡേ റൂമിനകത്ത് എന്നോട് ഭയങ്കര സപ്പോർട്ടല്ലേ, എന്നെ ഭയങ്കര സ്നേഹമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരുപാട് പേരുണ്ട് കേട്ടോ അങ്ങനെ. പലരും പറയും ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടായിരുന്നോ, നമ്മളെയൊക്കെ കൂടെ ആര് ജീവിക്കാനാ, ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഡൈവോഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരുപാട് ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് പലരും പറയും ഇവളെയൊക്കെ കൂടെ ആരാ ജീവിക്കുക, ഇങ്ങനത്തെ കമൻസ് ആണ്. ബട്ട് നമ്മൾ എന്ത് ഗോ ത്രൂ ആയെന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. ഈ മിക്ക നാർസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയും ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ സെൽഫ് ലവ് എന്ന് അനുഭവം പറയുന്നതിനേക്കാൾ ഉപരി ഒരു കാര്യം, അവർ സോഷ്യോപാത്തായിരിക്കും. സോഷ്യോപാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് അവർ നല്ല വ്യക്തികളായിരിക്കും. ദ ഗ്രേറ്റ്, അയ്യോ എൻ്റെ പൊന്നോ അമ്മാതിരിയായിരിക്കും. അവർ ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളാണ് കുറ്റക്കാർ എന്നുള്ള രീതിയിൽ ഒരു സാധനം അവിടെ ഇട്ട് കൊടുത്തിരിക്കും. ആൻഡ് ഈ നമുക്ക് ചുറ്റും നിൽക്കുന്നവർ, ബന്ധുക്കളായാലും നമ്മുടെ ഓൺ പേരൻസ് ആയാൽ പോലും അവനായിരുന്നു ശരി, ഇവക്ക് വട്ട, അല്ലെങ്കിൽ ഇവക്ക് ജീവിക്കാൻ അറിയില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ കുട്ടി വിവാഹത്തിലെത്തുന്നതിന് മുമ്പ്, എൻഗേജ്മെൻറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അത് ബ്രേക്ക് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അവൾ പറയുന്നതിലൂടെ കുറച്ച് കേൾക്കാം. അതിൽ കൂടെ കുറച്ച് കാര്യം പറയാനുണ്ട്, കേൾക്കാം. ഭയങ്കര ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അബൌട്ട് നാർസിസിസം. പീപ്പിൾ തിങ്ക് നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ they love themselves a lot, but actually they hate themselves. They are the most insecure people you can find. They have no self-worth. They are like empty vessel basically. So avarku basically വേണ്ടത് control ആണ്. Because they have nothing. They want a validation about themselves constantly. They are attention seekers. They need validation to survive. അതാണ് അവരുടെ സപ്ലൈ. So now നമുക്ക് വിചാരിക്കാം, അപ്പോൾ then they can find a girl who is like പാവമായിട്ടുള്ള പറഞ്ഞത് കേൾക്കുന്ന പെൺകുട്ടിയെ. No. The opposite poles attract. They attract someone who is extremely different from that. Okay. By extremely confident ആയിട്ടുള്ള, independent ആയിട്ടുള്ള a person who feels extremely secure. അങ്ങനത്തെ ഒരാൾക്കാരെ they target them. And they try to observe them, they kind of mirror them. And then emotionally നമ്മളെ എങ്ങനെ ട്രാപ്പ് ചെയ്യാന്നുള്ളത് അവർക്ക് കറക്റ്റായിട്ട് അറിയാം. They're extremely good performers. അവരുടെ വീടിൻ്റെ അകത്ത് അവരുടെ ക്ലോസ് പീപ്പിളിൻ്റെ അടുത്ത് ഒരു രീതിയിലും
when they step out of that house, they're a total different person. They'll be the most charismatic, the most gentle, kind, shy, charming, very, very charming kind of people. So in the initial days, they show a version of that to you, and they identify your weakness. Apo generally they target empaths who has a lot of empathy. Apo ende oru vishayathil nu vechayna I'm an empath. അവർ നമ്മുടെ ബേസിക് നേച്ചേഴ്സിനെ ഒബ്സർവ് ചെയ്ത് they try to kind of mirror us. അതായത് നമ്മുടെ വാല്യൂസും അവരുടെ വാല്യൂസും ഏകദേശം ഒരേപോലെയാണ്. ലൈക്ക് ഇപ്പൊ ഞാൻ ഒരു കുറെ ട്രോമകളിലൂടെ കടന്നു പോയതാണ്. അപ്പൊ they will also like slowly start opening up about their traumas and whatever they went through. So we start kind of feeling ഒരു empathy, ഒരു sympathy, connection തോന്നും. Then we start. എന്റെ ജീവിതത്തിൽ നടന്നതൊക്കെ തന്നെ അവന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അവനും എന്നെ പോലെയാണ്, എന്റെ അതേ ഫീലിങ്സ് ആണ്, ഒരേപോലെ ചിന്തിക്കുന്നവർ ഒന്നിച്ചാൽ നന്നായിരിക്കും. ഇതൊക്കെയാണ് ആ കുട്ടി പറയുന്നതിന്റെ ഒരു രത്ന ചുരുക്കം. Talking about us. അപ്പോൾ this person would want to know more about us. അപ്പം നമ്മുടെ ലൈഫിൽ ഇന്നേ വരെ ഒരാളും ചോദിക്കാത്ത അത്ര ഇൻഫർമേഷൻസ് നമ്മളെ കുറിച്ച് ചോദിക്കുകയും നമ്മൾ അത്രയധികം ഡീപ്ലി മനസ്സിലാക്കുന്ന സമയത്ത് വാട്ട് വി സൈക്കോളജിക്കലി ഫീൽ ഇസ് ദാറ്റ് ഇറ്റ്സ് എ ട്വിൻ ഫ്ലെയിം. ലൈക്ക് വൾനറബിൾ ആവുകയാണ്, നമ്മൾ എക്സ്ട്രീംലി വൾനറബിൾ ആവുകയാണ്. ആൻഡ് ദിസ് ലവ് ഫീൽസ് സോ റൈറ്റ്. ഈ ഇതിന്റെ കൂടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് കുറച്ച് ഒന്ന് കേൾക്കാം. ഒരു മാസ്ക് ഓഫ് ലവ് in front of that, and then you don't realize it and slowly നമ്മുടെ career wise ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞ 2 years ഏകദേശം 1.5 years ആയിട്ട് I've been shooting continuously. I've been on anxiety medications. എനിക്ക് ഒരു സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇനി എവിടെയെങ്കിലും ഞാൻ അപ്പോൾ ആള് നല്ല there are good days, bad days. Very, very funny kind of explanation, but for people who don't know about narcissistic abuse, imagine having Onion in your life. Like one day he's Remo. Like bhayankara love it. You feel like, how lucky am I to get a person like this in my life? Is this even reality? It's like a dream. Not a feeling. Next day you say Onion. ഏറ്റവും brutal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, even if that person is saying someone else stabbing you and killing you, they would not even just turn their head. That kind of extreme. And there is a next day where the person is humbly apologizing, begging you, pleading you, promising you that they'll never repeat this again, crying like a baby. Correct. ആദ്യം നമുക്കിട്ട് നല്ല പണി തരും. ആദ്യം നമ്മളെ പറ്റി നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കും. നമുക്ക് എവിടെ കുത്തിയാൽ നോവും, എവിടെയാണ് നമ്മളെ പിടിക്കേണ്ടത്, ഏത് പോയിന്റിലാണ് നമ്മളെ പിടിക്കേണ്ടത്, നമ്മളെ ശരിക്കും അങ്ങോട്ട് സ്റ്റഡി ചെയ്യും. സെക്കൻഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ തുടങ്ങും. ആദ്യം പറയും ഷൂപ്പറാ എന്ന് പറയും, എല്ലാം ചൂപ്പറാ, നീ ഇങ്ങനെയാണോ, ഇത്രയാണോ, എന്തുവാ, ഇതുപോലൊരു സാധനം നീ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, നിന്നെ പോലെ ചുന്നരി ഞാൻ കണ്ടിട്ടില്ല, നിന്റെ ക്വാളിറ്റി വേറെ ഒരു പെണ്ണിന്റെ കൂടെയും കമ്പാരിസം പോലും നടത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൂകെഴുത്തി ആകാശത്ത് കൊണ്ടുവയ്ക്കും. സോ എ പേഴ്സൺ നമ്മളെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരുത്തൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് അഡിക്റ്റഡ് ആകും. വൺസ് നമ്മുടെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ ഇനി ഭയങ്കര പാടാണ് ഇതിന് ഇറക്കി വിടുക എന്നുള്ളത്. ആൻഡ് ദെൻ കൺട്രോളിങ്, അത് ആ കുട്ടി പറയുന്നുണ്ട്, അവളുടെ ഡ്രസ്സിലൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് അവളുടെ ലൈഫ് ഹിസ്റ്ററി എന്നതിലുപരി ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പേരുണ്ട് എന്നുള്ളതാണ്. ഒത്തിരി പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് മീ. ഒത്തിരി പേർക്ക് ഇത് പറയാൻ പറ്റും. അത്രത്തോളം ടോർച്ചറാണ്. നമുക്കിത് പുറത്ത് ആരടുത്ത് പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കത്തില്ല. അവർ ചോദിക്കുന്നത്, അത്രയും നല്ലൊരാളോ? ഒരിക്കലുമില്ല, നിനക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും. ഇതൊക്കെ ആയിരിക്കും കമൻറ്റ്. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദ പീപ്പിൾ, അവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ കാലിൽ പിടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇല്ലെങ്കിൽ ചത്ത് കളയുന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ അങ്ങോട്ടാക്കി. അപ്പം നമുക്ക് തോന്നും, ഇപ്പം ഞാനാണോ കുഴപ്പം, അങ്ങനെ തോന്നും. ആൻഡ് ഡ്രസ് കോഡ്, അത് ഈ കുട്ടി ഇതിനകത്ത് എക്സ്പ്ലനേഷൻ നടത്തുന്നുണ്ട്. എക്സാക്ട്ലി സെയിം തിങ്. ഒരു NPD ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ദ മോസ്റ്റ് സാധനമാണ് അതിനകത്ത്. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബാലയുടെ വെണ്ണുമ്പളയിൽ കോക്കിയുടെ എപ്പോഴത്തെ ഒരു ഡ്രസ്സിങ് കോഡ് കണ്ടിട്ടുണ്ടോ? കോക്കിന് ഇതിന് മുമ്പുള്ള ഡ്രസ് കോഡ് കണ്ടിട്ടുണ്ടോ? ചൂപ്പറ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? പേത്തെ പോലെ അപ്പഴേ നടക്കുന്നത്. അതേപോലെ തന്നെ ആയിരുന്നു, നല്ല ഡ്രസ് സെൻസ് ഉള്ള ഒരാളായിരുന്നു അമൃതയുടെ കേസ് വന്നപ്പോഴത്തേക്ക് അമൃത ഇതുപോലെ നടന്നു. ആഫ്റ്റർ മാരേജ് അവളുടെ ഡ്രസ് സെൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരി വരുമായിരുന്നു. ഇപ്പോഴോ അത് ഇങ്ങനെ ഒരു ക്യാരക്ടറുടെ അടുത്ത് പോയി പെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഭയങ്കരം ഭീകരമാണ്. ഏതായാലും ആ കുട്ടി രക്ഷപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം കുറച്ചുകൂടെ.
കാരണം I have not seen any celebrity or people with power sit and talk about it. Correct. That is when I realized the attention seeker, ഈ പറഞ്ഞ social media targeting you and making you, shaming you, with calling you like a feminist, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. That's exactly why no one has the guts to come and talk about it. എത്ര പേര് അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടായിരിക്കും? അതുമില്ലേ? That is definitely there, but you know what? After that post, they didn't even recognize that. I have not even mentioned about narcissism. I got 12 calls where these people are not even spoken to them ever before. അതായത് പരിചയമുള്ള ആൾക്കാർ തന്നെ. എനിക്ക് നേരിട്ട് പരിചയം പോലും ഇല്ല. They find my number and they call me, and these people had like 2 men and rest of them are women. And they call me and then tell me, എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ബേസിക്കലി ഫിലിം ഫ്രറ്റേണിറ്റിയിലുള്ള ആൾക്കാരായിരിക്കാം. The people you think have lot of power, independent ആയിട്ടുള്ള, financially independent ആയിട്ടുള്ള, stronger people, you know. They call me and they just start talking. And when they start talking, you feel like they're telling your story. ഇത് എന്റെ കഥയല്ലേ? How do you know my story? എന്നുള്ള രീതിയിലാണ് നമ്മളത് കേൾക്കുന്നത്. അതായത് അവര് പറയുന്ന കഥയാണെങ്കിലും അവരുടെ പേഴ്സണൽ സ്റ്റോറി ആണെങ്കിലും മനുവിന്റെ സ്റ്റോറിയും ഒരുപോലെ തന്നെ. How? ഇവരൊക്കെ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരാണോ? What is this? How is it so similar? How is the site? എനിവേ, ഈ ഒരു കാര്യം ആ കുട്ടി പബ്ലിക്കിൽ പറഞ്ഞതിന് റിയലി താങ്ക്ഫുൾ. അങ്ങനെ അനുഭവിക്കുന്ന കുറച്ച് പേർക്ക് ഇനി എങ്ങനെയാണ് ഇവരെ ഓവർകം ചെയ്യാന്നുള്ളതാണ്. വെരി ബിഗിനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഇഷ്ടപ്പെടുക. നിങ്ങൾക്ക് സമാധാനം കിട്ടണം. ആരെ നിങ്ങൾ സന്തോഷിപ്പിക്കണമെങ്കിലും നിങ്ങളുടെ ചിലർ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുകയാണ്, അച്ഛന് വേണ്ടി ആർക്ക് വേണ്ടി ജീവിക്കണമെങ്കിലും നിങ്ങൾ ജീവിക്കണം. ആത്യന്തികമായി നിങ്ങൾ ജീവിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ആരെ കെയർ ചെയ്യണം? നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്യണം. നിങ്ങൾക്ക് സമാധാനമില്ലാത്ത, നിങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്ത, നിങ്ങളെ കെയർ ചെയ്യാത്ത, നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു മേഖലയിൽ നിങ്ങൾ നിൽക്കണോ വേണ്ടേ എന്നുള്ളത് സിമ്പിളായ ഒരു ചോദ്യമാണ്. അതിനകത്തുണ്ട് നിങ്ങളുടെ ഉത്തരം. അവരിത് പറയും, അവരത് പറയും, മറ്റുള്ളവർ ഉപദ്രവിക്കും, മറ്റുള്ളവർ അങ്ങനെ പറയും, ഇതിങ്ങനെയാകുമോ, ഞാൻ മോശമാകുന്നു. ലെഡം. അങ്ങനെയാണ് ഡോഗ്സ് ഓൾവേസ് ബാർക്ക്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് മൈൻഡ് ചെയ്യാനേ പോകരുത്. നമുക്കാണ് സ്വസ്ഥത വേണ്ടത്. ഇത്തരം റിലേഷൻഷിപ്പിൽ ഫസ്റ്റ് ഇതിൽ കിട്ടുമ്പോൾ ചാൻസും ചോയ്സും കൊടുക്കേ ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. പലരും പറയും എൻ്റെ ഫെമിനിസം ഭയങ്കര ടോക്സിക് ആണെന്ന്. അഫ്കോഴ്സ് ആണ്. സെൽഫ് ലവ് ഉള്ള ഒരു പെണ്ണിനെ അങ്ങനെ ആകാൻ പറ്റുള്ളൂ. നമ്മളെ ഉപദ്രവിക്കുന്ന വ്യക്തി, നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്യുന്ന വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടുന്നവനല്ല. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് മെന്റലി എന്ന് പോട്ടെ നമ്മളെയൊന്നും നുള്ളി നോവിക്കാൻ തോന്നില്ല. നമ്മളുള്ള ഇഷ്ടം തിരിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുമോ? ഇപ്പം കുഞ്ഞുങ്ങൾ അബദ്ധം ചെയ്ത അമ്മമാരെ കണ്ടിട്ടുണ്ടോ? അവർ എന്ത് ചെയ്താലും അതിന് ന്യായീകരിക്കുന്നതാണോ? ആ കുട്ടികളുടെ മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായാൽ പോലും അമ്മമാര് പാട് ന്യായീകരണം കാണിക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? അൺകണ്ടീഷണൽ ലവ്. അതുകൊണ്ടാണ്. ആ ലവ് വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാരി ഹിം. ഓർ അയാളെ എടുത്ത് നിങ്ങൾ ലിവിങ് ടുഗദറോ അല്ലെങ്കിൽ ലവറോ എന്ത് കുന്തോ ആക്കുക. ഈ പൈസയ്ക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റിന് ഓൺ ടൈമിൽ വിളിച്ചിട്ട് ഹലോ ഹാപ്പി ബർത്ത്ഡേ, ഇതൊന്നും അല്ല വേണ്ടത്. നിങ്ങളുടെ സ്പേസ് മനസ്സിലാക്കി നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങളുടെ സ്പേസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോൾ ഇന്ന് ചോറിന് സാമ്പാർ വേണോ തോരൻ വേണോ അതല്ല നിങ്ങളുടെ അഭിപ്രായം. എന്ത് ഡിസിഷൻ എടുത്താലും നിങ്ങളുടെ അഭിപ്രായത്തിന് അവിടെ ഒരു വാല്യൂ ഉണ്ടാകണം. ആ വാല്യൂ അയാൾക്ക് അക്സെപ്റ്റബിൾ ആകണം. ആൻഡ് ഡ്രസ്സിങ്, നിങ്ങൾ അയാൾക്ക് വേണ്ടിയല്ല വസ്ത്രം ധരിക്കേണ്ടത്, നിങ്ങളുടെ കംഫർട്ടാണ്. തുണിയൂരി കിടക്കാനല്ല ഞാൻ പറയുന്നത് കേട്ടോ. തുണിയൂരികൾ ഇപ്പോൾ യുറേക്കാന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട, അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കംഫർട്ട് തോന്നുന്ന ഡ്രസ്സിങ് അത് എന്തായാലും നിങ്ങൾ ഉപയോഗിക്കും. നാളിതുവരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചോ ആ ജീവിതം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിലേ പോയി കയറാവൂ. അല്ലാണ്ട് അവിടെ ചെന്നിട്ട് നിങ്ങളെ ചേഞ്ച് ആക്കുന്ന പരിപാടി നിർത്തി വെക്കുക. സ്ത്രീകൾ അത് എന്ന് നിർത്തി വെക്കുന്നോ അന്ന് ഈ സഫറിങ് ഇല്ലാണ്ടാകും. ഇത് NPD എന്നല്ല, നോർമലി ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളായി ജീവിക്കൂ. അയാളായിട്ടല്ല ജീവിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മാറുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചേഞ്ചസ് അയാൾ കൊണ്ടുവരുന്നുണ്ടോ? മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ പെണ്ണ് അങ്ങോട്ട് പോവുക, പെണ്ണ് പല രീതിയിൽ മാറുക, ഗുസ്തി പിടിക്കുക, ഇതാണ്. ഇങ്ങോട്ടോ അങ്ങനെയൊന്നുമില്ല. അവൻ ആ സിറ്റീസ് അവൻ എങ്ങനെയാണ്, ഇന്നലെ വരെ അവൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അവൻ ഇന്നലെ വരെ 12 മണി വരെ ഉറങ്ങിയ അവനിക്ക് ഇന്നും ഉറങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണ് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് തെറിയിട്ട് മറ്റേത് വെച്ചിട്ട് ഇത് എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഈ NPD ക്യാരക്ടറുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ്. അത് ഒരാളുടെ മാത്രമല്ല. ഇങ്ങനെ ഒരു വളർപ്പ് ആ കുട്ടിക്ക് വളർത്തി കൊടുത്തത് അതിൻ്റെ പേരൻസും കൂടെ ആയിരിക്കും. ഇങ്ങനെ കാണാൻ ചന്തമുള്ളത് അല്ലെങ്കിൽ കെയറിങ് ആണ് ഹെയറിങ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ അടുത്ത് കിടന്ന് കുറേ തൊഴുത് നിൽക്കുന്ന ഒരു വ്യക്തി
നെവർ നമുക്ക് സക്സസ് കൊണ്ട് തരത്തില്ല, സന്തോഷം കൊണ്ട് തരത്തില്ല. ഇതിനകത്ത് അനുപമ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. ഡ്രസ് സെൻസിന്റെ കാര്യം പറയണത് അക്യുറേറ്റ്, അതായത് എത്രത്തോളം സൂപ്പറാണ് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. അതിനകത്ത് ആ കുട്ടി പറയുന്ന ഒരു കാര്യം, അത് സിമ്പിളായിട്ട് പറയാം. അവള് ചുരിദാറാണ് ഇടുന്ന ഇഷ്ടമെങ്കിൽ ചുരിദാർ ഇടുന്ന ദിവസം സൂപ്പർ, യു ആർ വെരി ഗുഡ് ലുക്കിംഗ് ഇൻ ചുരിദാർ എന്നും നീ എൻ്റെ ഒരു വൈഫി മെറ്റീരിയലായി മാറിയിരിക്കുന്നു എന്നും പറയും. അപ്പം അവന് ഞാൻ ചുരിദാർ ഇടുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ചുരിദാർ തന്നെ ഇടാൻ അവൾ ശ്രദ്ധിക്കും. ബിക്കോസ് നമ്മൾ അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, എന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പോകരുത്. നിങ്ങൾ എന്താണോ അതായി നിങ്ങൾ നിലനിന്ന് നോക്കിക്കാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോൺ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നിടത്ത് നിങ്ങൾ നിങ്ങളെ തൊലച്ചു, നിങ്ങളെ നശിപ്പിച്ചു. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാശം കൊണ്ടുവരുന്നത്. ഇത് പലരും ഉണ്ട്. ഇപ്പം ബാലാമൃത വിഷയം തന്നെ ഞാനതിൻ്റെ റിപ്പീറ്റഡ്ലി പറയും. അമൃതയ്ക്ക് ഇത് തുറന്നു പറയാൻ മടി. ആളുകൾ എന്ത് പറയുന്നു നോക്കുമ്പം സൈബർ ബുള്ളിങ്ങിൻ്റെ അങ്ങേ അറ്റമാണ്. ആ കുട്ടീനെ കൊല പിടിക്കാണ്. ഞാനാ പറഞ്ഞത് അത് അങ്ങനെ ചെയ്യരുത്. പറയ്, നീ പറയാനുള്ളത് പറയ്. ആളുകൾ കേൾക്കോ കേൾക്കാതിരിക്കുക ആളുകൾ ഇഷ്ടം. ഇതായിരുന്നു എന്നുള്ളത് പറഞ്ഞ് അത് പറഞ്ഞതും ഹിറ്റായോ, അത് കറക്റ്റായോ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാം, അത് ആരോടായാലും പറയാം. എനിക്ക് ഈ ഒരു പോയിന്റിൽ എനിക്ക് കംഫർട്ടല്ല. എന്നെ ഇത്രയും അധികം ഓവറായിട്ട് കൺസേൺ ചെയ്യുന്ന എനിക്ക് കംഫർട്ടല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, അല്ലാത്ത ഒരാൾക്ക് കൊണ്ടുവന്ന് സെർവ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ചെയ്യുക. പെണ്ണുങ്ങൾക്ക് അത് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടുമെന്ന്. എനിക്കൊട്ടും ഇഷ്ടപ്പെടത്തില്ല. ബിക്കോസ് ഞാൻ ഏബിൾ ആണെങ്കിൽ ഐ വിൽ ഡു മൈസെൽഫ്. എനിക്ക് മറ്റൊരാളുടെ ആവശ്യം എന്തുവാ? എന്തിനാ അങ്ങനെ ഒരാൾ? നമ്മുടെ വീട്ടിലൊരു സെർവന്റിനെ കൊണ്ടുവരുന്നതാണ് മിക്ക വീട്ടിലേക്കും പെൺകുട്ടികളെ കൊണ്ടുവരുന്ന ഒരു ടൈം. അത് ഈ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന ചെറിയ പ്രായത്തിൽ അവർ കണ്ടു വളരുന്ന, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഇതാണ്. അത് മാറ്റി നിർത്തുക. ഇപ്പോൾ ഒരു സിനിമയിലുണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് മിനിറ്റിൽ വെള്ളം കൊടുന്ന അനിയത്തിക്ക് കൊടുക്കാനായിട്ട് പറയുന്ന സമയത്ത് ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഈ ഒരു ലെവലിലുള്ള ആൾക്കാർക്ക് അഗൻസ്റ്റ് ആയിട്ടുള്ള. അതിനകത്ത് ഇത് തന്നെയാണ് ആ കുട്ടി ലാസ്റ്റ് പറയണത്. ആണിനും പെണ്ണിനും എന്താണ് നിങ്ങൾ ഈ സെപ്പറേഷൻ കൊടുക്കുന്നത്? എന്താണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യണേ എന്നുള്ളത്? എവരി വൺ ഈസ് ഈക്വൽ. ഒരാൾക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺസ് കൊടുക്കേണ്ട, അതിൻ്റെ ആവശ്യമേ ഇല്ല. അറ്റ്ലീസ്റ്റ് ഫാമിലിയിലെങ്കിലും അത് അവോയ്ഡ് ചെയ്യണ്ടേ. പുറത്തൊക്കെ പോട്ടെ, ഫാമിലിയിലെങ്കിലും അത് അവോയ്ഡ് ചെയ്യണ്ടേ. ഏതായാലും ഒരു വലിയ സ്ട്രോങ് ആൻഡ് വെരി മച്ച്, അതായത് പക്വതയാർന്ന നല്ലൊരു ഡിസിഷനാണ് എടുത്തത്. ഒരുപാട് കുട്ടികൾ ഇത്തരം വലയത്തിൽ കിടന്ന് വലയുന്നുണ്ട്. ഇതിനേക്കാൾ വലിയൊരു സാധനം എന്തെന്ന് പറഞ്ഞാൽ അവന് കിട്ടാത്തത് ഇനി ഒരാൾക്ക് കിട്ടാതിരിക്കാനാണ് ഈ ആസിഡേറും അതിനോട് തുടർന്നുള്ള ആക്രമണങ്ങളും കഴുത്തുവെട്ടലും ഒക്കെ നടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ബാംഗ്ലൂരിൽ ഒരു കുട്ടീനെ ബസ് സ്റ്റോപ്പിലിട്ട് വെട്ടിക്കൊന്നിട്ട് അവൻ പോയി ചുറ്റത്ത് കളഞ്ഞേണ്ട. അവനെ വേണ്ടാന്ന് പറഞ്ഞ് അവൾ വേറെ വിവാഹം നിശ്ചയിച്ചു, ഫിക്സായി. അതവന് സഹിക്കാൻ വയ്യ, ഉടനെ അവളെ അങ്ങ് തീർക്കുകയാണ്. അങ്ങനെയുണ്ട്. അതും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ആൾക്കാർ അത്രയും ഡേഞ്ചറാണ്. അപ്പം നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാകും ഇതാണ് ആളുടെ ക്യാരക്ടർ, ഇതാണെന്ന്. പയ്യെ അങ്ങ് സ്കൂട്ടാവാൻ നോക്കുക. പയ്യെ സ്കൂട്ടാവാൻ നോക്കുക. അത് നിങ്ങൾ തലച്ചോറിൽ എടുത്തു വെക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി പയ്യെ സ്കൂട്ടാവാനുള്ള വഴി ആലോചിക്കുക. സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ഉപദ്രവിക്കാം. അതിപ്പം തല്ലെന്ന് മാത്രമല്ല, അടിയെന്ന് മാത്രമല്ല, മാനസികമായി നമ്മളെ ഇൻസൾട്ട് ചെയ്താലും തീർച്ചയായിട്ടും വേണ്ട എന്ന് വെക്കുക അത്തരം ബന്ധങ്ങളെന്നാണ് എനിക്ക് സിമ്പിളി പറയാനുള്ളത്. ഈ കുട്ടിക്ക് വേണ്ടത് സപ്പോർട്ടാണ്. കൂടുതൽ പേര് സപ്പോർട്ട് ചെയ്യട്ടെ. നല്ലൊരു ആക്ട്രസ് ആയിരുന്നു. എന്താണ് അവൾക്ക് പെട്ടെന്ന് സിനിമയൊന്നും ഇല്ലാതെ പോയതെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ കുറേ പേഴ്സണൽ ഫംഗ്ഷൻ്റെയൊക്കെ ഫോട്ടോസ് കാണുന്ന, അതിനകത്തൊക്കെ തന്നെ ആ കുട്ടിയുടെ മുഖം കണ്ടാൽ മനസ്സിലാകും നല്ല പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ച കുട്ടിയാണെന്നുള്ളത്. ഏതായാലും രക്ഷപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. സോ ഇത്തരത്തിലുള്ള അനുഭവമുള്ളവർ കമൻറ്റിൽ പറയുക. ഇതിനെപ്പറ്റി കൂടുതൽ വിവരണം വേണമെന്നുള്ളവർക്കും കമൻറ്റിൽ പറയാം. ഐ ഡു എ വെരി ഗുഡ് വീഡിയോ അബൌട്ട് ദിസ്. ബിക്കോസ് ഞാൻ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഡീൽ ചെയ്തൊരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായ കുറേയധികം കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിനൊരു സജഷൻ വേണമെന്നുണ്ടെങ്കിൽ ഐ വിൽ സപ്പോർട്ട് യു. തീർച്ചയായിട്ടും എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മൾ ഉള്ളിലൊതുക്കി വെച്ചിരുന്ന അതൊരു കാരണവശാലും അത് സോൾവ് ആകത്തില്ല. നമുക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരു വ്യക്തിയുമായത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതങ്ങ് എരിച്ചു കളയുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ദേഹത്തിട്ട് മനസ്സിലിട്ട് ഉരുക്കി സ്വയം ഉരുക്കി ചാകാൻ നിൽക്കരുത് എന്നുള്ളത് ഒരു അഭിപ്രായമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. നന്ദി.